എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദനെ പലതവണ ഫോണിൽ വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലായിട്ടും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസബെല്ല. ഇസബെല്ലയുടെ ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠയും ഓവർ സ്നേഹവും കണ്ട് DYSP പാപ്പൻ ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. നന്ദൻ്റെ കാര്യത്തിൽ ബെല്ല കാണിക്കുന്ന ഈ അമിത താല്പര്യം കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് പാപ്പൻ ഇസബെല്ലയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ നന്ദൻ ഇപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നാണ് ഇസബെല്ലയുടെ വാദം. ഋഷിയെ കൊന്ന കുറ്റബോധവും അതിനു പുറമെ ദേവികയുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരും കൂടി നന്ദൻ എങ്ങനെ താങ്ങും എന്നോർത്ത് ബെല്ല സങ്കടപ്പെടുന്നു. നന്ദൻ്റെ സങ്കടം തൻ്റെയും കൂടി സങ്കടമാണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിക്ക് രാത്രി നന്ദനെ കാണാൻ ഇറങ്ങി പുറപ്പെടുന്ന ഇസബെല്ലയെ പാപ്പൻ ശക്തമായിട്ട് തടയുകയും വഴക്ക് പറഞ്ഞ് അകത്തേക്ക് അയക്കുകയും ചെയ്യുന്നു. നന്ദൻ തിരിച്ച് അങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്നില്ലെന്നറിഞ്ഞിട്ടും ബെല്ല എന്തിനാണ് അവൻ്റെ പിന്നാലെ നടന്ന് ജീവിതം കളയുന്നത് എന്ന ചിന്തയാണ് പാപ്പനെ അലട്ടുന്നത്. മറുവശത്ത് ആശുപത്രിയിൽ വയ്യാതെ കിടക്കുന്ന മാധവൻ തൻ്റെ സങ്കടം ഭാര്യ രാധികയോട് പങ്കുവയ്ക്കുന്നു. നന്ദന് പറ്റിയത് ഒരു അബദ്ധമാണെന്ന് തനിക്കറിയാമെങ്കിലും ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് തന്നെ ആരും വന്ന് കാണാത്തതിൽ മാധവന് വിഷമമുണ്ട്. അവർക്കിനി ഈ ബന്ധത്തിൽ താല്പര്യമില്ലേ? ദേവിക മോളെ അവർ ഉപേക്ഷിച്ച മട്ടാണോ എന്നൊക്കെ മാധവൻ സംശയിക്കുന്നു. ഇത് കേട്ട് സങ്കടവും ദേഷ്യവും വരുന്ന രാധിക ഇക്കാര്യം ശാരികയോടും ദേവികയോടും പറയുന്നുണ്ട്. ചന്ദ്രോത്ത് വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ പോകാതിരിക്കുമോ എന്ന് രാധിക ചോദിക്കുന്നു. തുടർന്ന് എല്ലാവരും കൂടി മാധവനെ കാണാൻ എത്തുമ്പോൾ തൻ്റെ ജീവിതം ഏകദേശം അവസാനിക്കാറായെന്നും മകൾ ദേവികയും നന്ദനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവരൊരുമിച്ച് ജീവിക്കണം എന്നുള്ളതാണ് തൻ്റെ അവസാനത്തെ ആഗ്രഹമെന്നും മാധവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേവിക സങ്കടപ്പെടുമ്പോൾ ശാരിക കാര്യങ്ങൾ ശാന്തമാക്കാനായിട്ട് ഇടപെടുന്നു. വയ്യാതെ കിടക്കുമ്പോൾ എന്താഗ്രഹവും മക്കളെ കൊണ്ട് സാധിപ്പിക്കാമെന്ന് മാധവൻ്റെ ഐഡിയ കൊള്ളാമെന്ന് ശാരിക തമാശ രൂപേണ പറയുന്നുണ്ട്. അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഇനി ഒരുപാട് വർഷം ജീവിച്ചിരിക്കുമെന്നും പറയുന്ന ശാരിക നന്ദന് പറ്റിയത് അബദ്ധമാണെന്ന് തങ്ങൾക്കെല്ലാം മനസ്സിലായെന്നും അധികം വൈകാതെ തന്നെ ദേവികയും നന്ദേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുമെന്നും മാധവന് ഉറപ്പു നൽകുന്നു. ഇത് മാധവനും രാധികയ്ക്കും വലിയ ആശ്വാസമാകുന്നുണ്ട്. പിന്നീട് നന്ദൻ ഇപ്പോൾ കടുത്ത ഡിപ്രഷനിലാണ്. പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവനെ വീണ്ടും വേദനിപ്പിക്കരുതെന്ന് ഗിരി വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെയും അമ്മയുടെയും സ്നേഹവും ഒരു സഹോദരനെ പോലെ കൂടെ നിൽക്കുന്ന ഗിരിയുടെ പിന്തുണയും ഉള്ളതിനാൽ കെവിൻ്റെയും ഇസബെല്ലയുടെയും സപ്പോർട്ട് ഇല്ലെങ്കിലും നന്ദനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ദേവിക വീട് വിട്ടു പോയ നിമിഷം മുതൽ നന്ദനെ അലട്ടുന്നത് ഋഷിയുടെ കൊലപാതകം മാത്രമല്ല, ദേവികയും ഒപ്പമുള്ള പഴയ നല്ല ഓർമ്മകൾ കൂടിയാണ്. ആ ജീവിതം ഇനി തനിക്ക് ഒരിക്കലും തിരികെ കിട്ടില്ലെന്നും കേസ് തെളിയുന്നതോടെ താൻ ജയിലിലാകുമെന്നും നന്ദൻ ഭയപ്പെടുന്നു. ഈ സമയത്താണ് പ്രഭാവതി നന്ദന് കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് മുറിയിലേക്ക് വരുന്നത്. സങ്കടപ്പെട്ടിരിക്കുന്ന നന്ദനോട് അമ്മയും അച്ഛനും ഗിരിയും എല്ലാം കൂടെയുള്ളപ്പോൾ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പ്രഭാവതി ചോദിക്കുന്നു. താൻ ഒരു കൊലപാതകം ചെയ്തയാളായതുകൊണ്ട് ഒരു MLA ആയ ദേവിക്ക് തന്നെ ഇപ്പോൾ വെറുപ്പായിരിക്കുമെന്നും അതുകൊണ്ടാണ് അവൾ ഒരു വട്ടം പോലും വിളിക്കാത്തതെന്നും നന്ദൻ സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്നാൽ ദേവിക ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി നന്ദനെ ആശ്വസിപ്പിക്കുകയും നിർബന്ധിച്ച് ഭക്ഷണം വാരി കൊടുക്കുകയും ചെയ്യുന്നു. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ വിഷമത്തോടെയാണെങ്കിലും നന്ദൻ അല്പം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതേസമയം വീട്ടിൽ ഗിരിയെ കാത്തു നിൽക്കുകയാണ് രജനി. ഗിരി വന്നയുടൽ താൻ ദേവികയെ വിളിച്ച് 2 വർത്തമാനം പറഞ്ഞ കാര്യം രജനി വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. നന്ദൻ തങ്ങളുടെ അന്തസ്സിന് ചേർന്നവനല്ലെന്ന് ദേവിക പറഞ്ഞതായിട്ടും രജനി കുറ്റപ്പെടുത്തുന്നു. ഇത് കേട്ട് ഗിരിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്തെങ്കിലും മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാതിരുന്നുകൂടെ എന്ന് ഗിരി ചോദിക്കുന്നു. ദേവികയുടെ അച്ഛൻ ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ തനിക്കറിയാമെന്നും ദേവികയെ കൂടുതൽ ന്യായീകരിക്കേണ്ട എന്നുമാണ് രജനിയുടെ നിലപാട്. എല്ലാവരും കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ദേവികയ്ക്ക് ഇത്രയും അഹങ്കാരമെന്നും രജനി പറയുന്നു. അഹങ്കാരം ദേവികയ്ക്കല്ല, നിനക്കാണ് രജനി. കാര്യങ്ങൾ അറിയാതെ വെറുതെ അവളെ കുറ്റപ്പെടുത്തരുത് എന്ന് ഗിരി രൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥ കാര്യമെന്ന് തന്നോട് പറയാൻ രജനി ആവശ്യപ്പെടുമ്പോൾ ഗിരി വലിയൊരു ആശയക്കുഴപ്പത്തിലാകുന്നുണ്ട്. ഋഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും രജനിയോട് തുറന്നു പറയണോ എന്ന് ഗിരി ആലോചിക്കുകയാണ്. രജനി ഗർഭിണിയായതുകൊണ്ട് അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്നത് കുഞ്ഞിന് നല്ലതല്ലെന്നും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം നോക്കി മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുമാണ് സിദ്ധാർത്ഥൻ സാറ് ഗിരിയോട് ഉപദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സത്യം പറയണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഗിരി. ഇതേസമയം ദേവികയാണെങ്കിൽ നന്ദൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ പോയാലോ എന്നുള്ള ചിന്തയിലാണ്. അന്ന് നന്ദനും ഇസബെല്ലയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ചന്ദ്രോത്ത് വീട് വിട്ട് നന്ദനെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നത്. ഇപ്പോൾ അതൊന്നുമല്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നന്ദൻ എല്ലാത്തിലും ചെന്നപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം നന്ദൻ തന്നെ തുറന്നു പറഞ്ഞ് ദേവികയോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നന്ദന് ശരിക്കും ഒരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. മാത്രമല്ല മാധവനാണെങ്കിലും തൻ്റെ ഒരു അവസാന ആഗ്രഹം എന്നുള്ള രീതിയിൽ നന്ദനും ദേവികയും ഒരുമിച്ച് കഴിയണം, അവർ വേർപിരിയത് സന്തോഷത്തോടെ എല്ലാ കാലവും ഒരുമിച്ച് കഴിയണം എന്നുള്ള ഒരു ആഗ്രഹവും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നന്ദൻ്റെ അടുത്തേക്ക്
തിരികെ പോകാൻ തന്നെ ദേവിക തീരുമാനിച്ച് ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ കിടൽ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്